76-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യം. കർത്തവ്യപഥത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മുഖ്യാതിഥിയാകും. പരേഡുകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിന് മാറ്റിയേക്കും. 76-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി രാജ്യതലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം പ്രധാനമന്ത്രി കർത്തവ്യപഥിലേക്കെത്തും. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള മറ്റു വിശിഷ്ടാതിഥികളും പിന്നാലെ എത്തും. 10:30 മുതൽ കർത്തവ്യപഥിൽ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമാകും. കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിദേശ പ്രതിനിധികളടക്കം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമാകും. ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം സുവർണ ഭാരതം, പൈതൃകവും വികസനവും എന്നതാണ്. രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച നിരവധി പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും പ്രദർശനമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ നിശ്ചല ദൃശ്യത്തിൽ അവരുടെ പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനമുണ്ടാകും. രക്ഷാകവച് എന്ന പേരിൽ വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇതിൽ പ്രധാനം. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന കരസേനയുടെ പരേഡ് സംഘത്തിൽ 14 മലയാളി സൈനികരാണുള്ളത്. CRPF കമാൻഡ്, കോസ്റ്റ് ഗാർഡ് ബാൻഡ് എന്നിവരെ നയിക്കുന്നതും മലയാളികളാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന 4ാമത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് സുബിയാന്തോ. പാർലമെന്റ് ഉൾപ്പെടെ ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം കനത്ത സുരക്ഷയാണ്. രാജ്യം പരമാധികാര റിപ്പബ്ലിക്കായതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തുന്ന പരേഡ് രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ കരുത്തും സാംസ്കാരിക രംഗത്തെ വൈവിധ്യവും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നതാണ്. അതുൽ ചന്ദ്രനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി.